ഓസ്ട്രേലിയയിലെ ഡാർവിൻ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ നമ്മുടെ ചേട്ടായിയുടെയും ചേച്ചിയുടെയും വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു മുരിങ്ങയില മരം കണ്ടപ്പോൾ ഉണ്ടല്ലോ, മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കാൻ ഭയങ്കര കൊതി തോന്നി. ഈ മുരിങ്ങയിലയുടെയും മുരിങ്ങയില തോരന്റെ ഒക്കെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. പിന്നെ സംഭവം അത്ര സാധാരണക്കാരനൊന്നും അല്ലല്ലോ, ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വെജിറ്റബിൾ തന്നെയാണ് കേട്ടോ ഇത്. കണ്ണിന്റെ കാഴ്ചയ്ക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും മറ്റു പല അസുഖങ്ങൾക്കും ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ മുരിങ്ങയിലയും അതുപോലെ മുരിങ്ങയ്ക്കയൊക്കെ. മുരിങ്ങയിലയൊക്കെ അവിടെ പറിച്ച് നല്ല ക്ലീൻ ആക്കി നമ്മളിവിടെ വച്ചേക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കി കുശാലായിട്ട് ഊണ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും ഒക്കെ ചേർത്ത് നമുക്കൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയിൽ നമുക്കൊരു തോരൻ ഉണ്ടാക്കിയെടുത്താലോ. എന്നാ ബാ, മുരിങ്ങയില ചെറിയ ഇതളുകളായിട്ട് അടർത്തിയെടുത്ത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കുവാണ്. അതുപോലെ മുരിങ്ങയ്ക്കയുടെ ഉള്ളിലുള്ള പാർട്ട് നമ്മളൊരു സ്പൂണ് കൊണ്ട് നല്ലപോലെ ചിരണ്ടിയെടുത്ത് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു തോരൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് അതിലോട്ട് കുറച്ച് സവോളയും കറിവേപ്പിലയും ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് വഴറ്റിയെടുക്കണം. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുരിങ്ങക്കോലിൻ്റെ ഉള്ളിലുള്ള ഭാഗവും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു മൂടി കൊണ്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ 1-2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നതിന് ശേഷം തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ നമ്മളൊരു പാത്രത്തിലെടുത്ത് അതിലോട്ട് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് ജീരകം കൂടെ ഇട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമിയെടുത്ത അരപ്പാണിത്. അത് അതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊക്കെ നല്ലപോലെ മിക്സായി വരുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില കുറച്ച് കുറച്ചായിട്ട് അതിലിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചൂടോടുകൂടെ നമ്മൾ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മുരിങ്ങയിലയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, അതിങ്ങനെ മരത്തിൽ വെറുതെ നിർത്താതെ അത് ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയില തോരനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് പല അസുഖങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. പല രീതിയിൽ നമ്മൾ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇനി മുരിങ്ങയിലയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഫോളോ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.